Let's go. Good morning. അപ്പോൾ നമ്മളിത് എണീറ്റ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പോയിട്ട് വന്നിട്ട് റെഡിയാവും. എന്നിട്ട് സിംഗപ്പൂർ സിറ്റി ടൂറാണ്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തരാം കേട്ടോ. സീൻ ഫുഡായിരുന്നു കേട്ടോ. ഇത് ഇത്രയും നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാ ഹോട്ടലിൽ പോകുമ്പോഴും ഇത്രയും സംഭവങ്ങൾ വയ്ക്കുമ്പോൾ എനിക്ക് ഉയ്യോ എന്നുള്ളൊരു ഫീലാണ്. ഇത് ഞങ്ങൾ എടുത്ത ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ചായ അടിപൊളിയായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, ഇത്രയും ദിവസം കുടിച്ച ചായയിൽ ഇവിടെ നിന്ന് തന്ന ചായ ആയിരുന്നു കേട്ടോ അടിപൊളി. ഫുഡൊക്കെ കഴിച്ചു. നമ്മളിത് റൂമെത്തി. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. ഇന്നലെ സാരി ഉടുത്തോണ്ട് പോയതിൻ്റെ വാട്ടം തീർക്കാൻ ഞാൻ ഒരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ് ഡ്രസ്സാണ്. ഇതെന്തിനാണാവോ തുറന്നു വെച്ചിരിക്കണേ. എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കയറുവാണ്. ഇന്ന് സിറ്റി ടൂറാണ്. എന്ത് ഭംഗിയല്ല ഈ ഏരിയ ഒക്കെ കാണാനായിട്ട്. ഇത് വീടായിരിക്കും അറിയില്ല, പക്ഷെ എന്നാലും ഈ ഏരിയ ഒക്കെ എന്ത് രസമാണ്, എന്ത് ക്ലീനാണ്. ഇന്ന് നമ്മൾ പോകുന്നത് സിംഗപ്പൂർ ഫ്ലയർ, മെർലൻ പാർക്ക്, മാഡം ടുസാഡ്സ് മ്യൂസിയത്തിലൊക്കെയാണ്. Okay, so Marina Bay Sands, one night is about $1,200 per room per night. Very expensive, one night. But there is a swimming pool on top here. ഇതാണ് നമ്മുടെ ലില്ലി മാസി, അതായത് സിംഗപ്പൂരിലെ ടൂർ ഗൈഡാണ് ലില്ലി മാസി. മറീന ബേ സാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഫേമസ് ഹോട്ടലുണ്ട് സിംഗപ്പൂരിൽ. അതിൽ വൺ നൈറ്റ് സ്റ്റേ എന്ന് പറയുന്നത് $1,200 സിംഗപ്പൂർ ഡോളേഴ്സ് എന്നാണ് ലില്ലി മാസി പറയുന്നത്. പക്ഷേ സംഭവം കിടില്ല കേട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു പൂളുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇന്നലെ ഗാർഡൻസ് ബൈ ദ ബേയിൽ പോയല്ലോ, രാത്രി സൂപ്പർ ഗ്രൂപ്പ് ട്രീ ഗ്ലോ ഒക്കെ കണ്ടല്ലോ. അപ്പം അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ മറീന ബേ സാൻഡ്സ് ഹോട്ടലാണ്. അപ്പം അവിടെ നിന്നും ഈ വ്യൂ കാണാം. ഈ ഏരിയ ഒക്കെ കാണാൻ എന്ത് രസമാണ് നോക്കിക്കേ, ഭയങ്കര ഭംഗിയല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിതേ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പം നേരെ നമ്മൾ മെർലൻ സ്റ്റാച്യു കാണാൻ പോവുകയാണ്. ഈ മെർലൻ സ്റ്റാച്യു ആണ് സിംഗപ്പൂരിൻ്റെ സിംബൽ. അതായത് ഒരു സിംഹത്തിൻ്റെ തലയും ഒരു മീനിൻ്റെ ശരീരവുമാണ്. നല്ല തിരക്കാണ്. ഒരു ഫോട്ടോ എടുക്കാൻ മിക്കവാറും ഞാനും മോളും കഷ്ടപ്പെടും, കാരണം എല്ലാവരും നമ്മുടെ ഫ്രെയിമിനകത്ത് വരും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ കാണുന്നതാണ് മറീന ബേ സാൻഡ്സ് ഹോട്ടൽ. കണ്ടോ, ലയൺസ് ഹെഡും ഒരു ഫിഷിൻ്റെ ബോഡിയാണ്. ടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് സിംഗപ്പൂർ, വിച്ച് മീൻസ് ലയൺ സിറ്റി. കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതേ തിരിച്ചു. We are giving you 25 minutes for shopping. Then we come back to the bus. We will drive past other places and we will go Singapore Flyer. The most excited part, shopping. ഇപ്പോൾ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലേ. ഇവിടെ ഇച്ചിരി ടാക്സ് കുറവാണെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, നമ്മൾ ഇത്ര % എബോ ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് പേ ബാക്ക് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റാണ് കേട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ദീസ് ചോക്ലേറ്റ്സ് ആർ ഇൻഫ്യൂസ്ഡ് വിത്ത് റം, വിസ്കി, അങ്ങനെ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടെന്നല്ല, ഒരു ചെറിയൊരു അംശം കാണും. അപ്പം നമ്മൾ ഇതേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് ഞാൻ നാട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി തിരിച്ചു പോകാൻ നേരം ആ വെയിറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോഴാണ് ടെൻഷൻ അടിക്കാൻ പോകുന്നത്. എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. വെൽക്കം ടു സിംഗപ്പൂർ ഫ്ലയർ. അപ്പോൾ നമ്മളിതേ ഇവിടെ എത്തി. ഈ കാണുന്നതാണ് ക്യാപ്സ്യൂൾ. ഇതെന്താണെന്നല്ലേ, ഇതിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതൊരു 25 to 28 ആൾക്കാരെ കയറ്റാൻ പറ്റും. സിംഗപ്പൂർ ഫ്ലയർ വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഒബ്സർവേഷൻ വീലാണ് കേട്ടോ. അതിൻ്റെ ഓവറോൾ ഹൈറ്റ് വരുന്നത് 165 meters ആണ്. 28 എയർ കണ്ടീഷൻഡ് ക്യാപ്സ്യൂൾസ് ആണുള്ളത്.
അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചത് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് പേരായിട്ട് ഓരോ ക്യാപ്സ്യൂളിൽ കയറ്റുന്നുണ്ട്. കണ്ടു, ഇതെന്ത് സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത് കണ്ടോ, ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളും കയറി മക്കളെ, നമ്മളും കയറി. ഫുൾ എയർ കണ്ടീഷൻഡ് ആണ്. 360 ഡിഗ്രി സിംഗപ്പൂർ സിറ്റി വ്യൂ നമുക്ക് കാണാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തകർത്ത് വെച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും തകർക്കുന്നുണ്ട്. ആ കാണുന്നത് നമ്മൾ ഇന്നലെ പോയ ഗാർഡൻസ് ബൈ ദ ബേ ആണ്. ക്ലൗഡ് ഫോറസ്റ്റ് ഒക്കെയാണ്. സൂപ്പർ ഗ്രൂ ട്രീസും കാണാൻ പറ്റുന്നുണ്ട്. ക്യാപ്സ്യൂൾ പതുക്കെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഫോർമുല 1 ട്രാക്ക് കാണാൻ പറ്റും. ദാറ്റ് നാരോ ടേൺസ് ആൻഡ് ഷാർപ്പ് ഹെയർ പിൻസ്. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നൊസ്റ്റ് ഫീൽ ചെയ്യുന്നു മക്കളെ, നൊസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതിലെ സംസാരങ്ങൾ, ഇപ്പം എന്തായാലും ഞാൻ വോയിസ് ഓവർ ആണല്ലോ കൊടുക്കുന്നത്, പക്ഷെ അതിലെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗപ്പൂർ ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കാനാണ് പോകുന്നത്. 30 മിനിറ്റ്സ് റൈഡ് ആണെങ്കിലും ടൈം പെട്ടെന്ന് പൊക്കോളും. ഈച്ച് സെക്കൻഡിലും ഓരോ ന്യൂ ആംഗിൾ, ന്യൂ വ്യൂ. അടിപൊളിയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് സെൻറ്റോസ ഐലൻഡിലേക്കാണ്. അൾട്ടിമേറ്റ് ഫൺ ആൻഡ് അഡ്വഞ്ചർ ഡെസ്റ്റിനേഷൻ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്, ഇവിടെ ബീച്ചസ് ഉണ്ട്, പിന്നെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഇവിടെയാണ്. നാളെ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ഫസ്റ്റ് പോകുന്നത് മാഡം ടുസാഡ്സ് മ്യൂസിയത്തിലേക്കാണ്. ഈ കുഞ്ഞു ബലൂൺസ് പോലെ കാണുന്നില്ല, അത് കേബിൾ കാഴ്സ് ആണ് കേട്ടോ. ആ കവാടം നമ്മൾ കടന്നു കഴിഞ്ഞു മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റോസ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കേബിൾ കാറിലാണ് അങ്ങോട്ടേക്ക് പോവുക. അങ്ങനെ ഓൾ സെറ്റ് ഫോർ അവർ സെക്കൻഡ് കേബിൾ കാർ എക്സ്പീരിയൻസ്. മലേഷ്യയിൽ നമ്മൾ ഗെന്തിങ്ങിലേക്ക് പോയത് കേബിൾ കാർ വഴിയാണ്, പക്ഷെ അത്രയും ഹൈറ്റ് അല്ല ഇത്. അതിനേക്കാളും കൂടുതലുണ്ടോ എന്നൊരു സംശയം. അവർക്ക് മേടിക്കാം. അങ്ങനെ നമ്മൾ കേബിൾ കാർ വഴി ഇപ്പുറത്തെ സൈഡെത്തി. ഇപ്പോൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ മാഡം ടുസാഡ്സ് മ്യൂസിയത്തിൽ പോകും എന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ എക്സൈറ്റ്മെൻ്റ് ഉള്ള സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണോ ആവോ, എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയില്ല. നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴും ആരെങ്കിലുമൊക്കെ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് ഫോട്ടോസ് ഒപ്പിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അതെ, ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ടാഡാ.